കേരള DTH ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് ആകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ചെറിയ ചെറിയ പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ തയ്യാറാക്കാനുള്ള പ്രധാന കാരണം ഡിഷ് TVയുടെ ഇതുവരെ ഞാൻ D2Hൻ്റെ ആൻഡ്രോയിഡ് ബോക്സ് ആയിരുന്നു ഇതുവരെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഒരുപാട് ആളുകൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡിഷ് TVൻ്റെ സ്മാർട്ട് ഹബ്ബ് എന്നുള്ള ബോക്സിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾ മെസ്സേജ് അയക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻഡ്രോയിഡ് ബോക്സിന് നല്ല ക്ലാരിറ്റിയാണ്, പിക്ചർ ക്ലാരിറ്റിയാണ്. അതുപോലെ തന്നെ ഡിഷ് TV കമ്പനി ഡയറക്റ്റ് ഇറക്കുന്ന ഒരു മോഡൽ ബോക്സുമാണിത്. ഡിഷ് TV സ്മാർട്ട് ഹബ് എന്നാണ് പേര്. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാകുന്നുണ്ടാവും. അതിൻ്റെ റിമോട്ടിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മൊത്തം വീഡിയോ ആണ് തയ്യാറാക്കുന്നത്. വീഡിയോൻ്റെ ലാസ്റ്റോട്ട് ഇതിൻ്റെ മെനു കാര്യങ്ങൾ സെറ്റിങ്സ് ഒക്കെ യൂട്യൂബിൽ കാണിക്കും. അപ്പം വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ചിട്ട് നിങ്ങൾ ആവശ്യമുള്ള സ്ഥലം മാത്രം നോക്കി കാണുക. അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ബോക്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കുന്നത്. ഈ ബോക്സിൻ്റെ റേറ്റ് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. ഈ ബോക്സ് ആവശ്യമുള്ള ആളുകൾക്ക് ആൻഡ്രോയിഡ് ബോക്സാണ്. 3 മാസത്തെ HD പ്ലാനും 3 മാസത്തെ OTT നിയോഗിക്കുമ്പോൾ പലർക്കും സംശയമുണ്ട് ഏതൊക്കെ OTT ആണ് ഈ ബോക്സിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്നത്. അതിൽ നമുക്ക് ഹോട്ട്സ്റ്റാർ ഉണ്ട്, സോണി ഉണ്ട്, സൺ നെക്സ്റ്റ് ഉണ്ട്, മനോരമ മാക്സ് ഉണ്ട്, C5 ഉണ്ട്, അങ്ങനെ കണ്ട ഫാൻ കോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 10-14ഓളം OTT ആപ്ലിക്കേഷൻ വരുന്നുണ്ട് ഇതിൻ്റെ ബോക്സ് വാങ്ങുന്നതിൻ്റെ കൂടെ. നിങ്ങൾക്ക് മൊബൈലിലും കാണാം, TVയിലും കാണാൻ സാധിക്കും. പിന്നെ ഏത് TVയിൽ ഈ ബോക്സ് കണക്ട് ചെയ്താലും നിങ്ങൾക്ക് ആ TV ആൻഡ്രോയിഡായിട്ട് മാറും. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് പരിപാടികളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ പല സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ബോക്സിൻ്റെ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണിക്കുക. ഗൂഗിൾ ക്രോംകാസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ മൊബൈലിലെ സംഭവങ്ങളൊക്കെ ഇതിലൂടെ TVയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഗൂഗിൾ പേ സപ്പോർട്ടിംഗ് ആണ്. ഡിഷ് TV ആണ് ബ്രാൻഡ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബോക്സ് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഈ ബോക്സ് വാങ്ങുമ്പോൾ 2 കാര്യമുണ്ട്. സാധാ TVക്ക് കൊടുക്കാനുള്ള AV കേബിളും കിട്ടുന്നുണ്ട്, HDMI കേബിളും കിട്ടുന്നുണ്ട്. ഓക്കെ, പറഞ്ഞ പോലെ 2 AV കേബിൾ ഒന്ന് കിട്ടും, HDMI കേബിളും കിട്ടും. ഇതിന് മുമ്പ് നമ്മൾ ബോക്സ് വാങ്ങിയ ആൾക്കാർക്ക് ഇത് ഏതെങ്കിലും ഒന്നായിരുന്നു കമ്പനി തന്നത്. പക്ഷേ ഇതിൽ 2ഉം തരുന്നുണ്ട്. പിന്നെ അവരെ അഡാപ്റ്റർ ആദ്യം തന്നെ ഒന്ന് കാണിച്ചു തരാം. അഡാപ്റ്റർ ഡിഷ് TVൻ്റെ തന്നെ കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള അഡാപ്റ്ററാണ്. ഈ അഡാപ്റ്ററെ പറ്റി നിങ്ങൾ ഇതിലേക്ക് മനസ്സിലാകുന്നുണ്ടാവും. 1.5 ആംബിയറാണ്, 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ്. പിന്നെ ഏതാണ്ടെല്ലാം 12 വോൾട്ട് തന്നെയാണ്. അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് റിമോട്ടിനൊന്ന് പരിചയപ്പെടാം. ഇതാണ് റിമോട്ട്, യൂണിവേഴ്സൽ റിമോട്ടാണ്. ഇത് TVക്കും കണക്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സെറ്റ് ബോക്സിനും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. വാച്ചോൻ്റെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, യൂട്യൂബിൻ്റെ ഡയറക്റ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ കാസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ പ്രസ് ചെയ്യാതെ ചാനൽ മാറ്റാനും യൂട്യൂബ് എന്ത് ഓപ്പൺ ചെയ്യാനൊക്കെ ഇത് ഞെക്കി പിടിച്ച് പറഞ്ഞാൽ മതി. പക്ഷേ ഇതിൽ നിങ്ങൾ ആദ്യം മെയിൽ ID ഒക്കെ ആഡ് ചെയ്യണം. പലരും മെയിൽ ID ഒന്ന് ആഡ് ചെയ്യാതാണ് ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ പല ഓപ്ഷനുകളിൽ റിമോട്ടാണ്, യൂണിവേഴ്സൽ റിമോട്ടാണ്. TV കൺട്രോളിന് ഉപയോഗിക്കുമ്പോൾ സോഴ്സ് ബട്ടനും പവർ ബട്ടൺ ഇതാണ് ഉപയോഗിക്കുക. സെറ്റ് ബോക്സ് ഓൺ ഓഫിന് ഇതാണ് ഉപയോഗിക്കുക. ഇതാദ്യം പെയർ ചെയ്യണം. പെയർ ചെയ്യുന്നതിന് ശേഷം മാത്രമാണ് TVക്ക് കൂടി സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ ബോക്സ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഡിഷ് TV സ്മാർട്ട് ഹബ്ബ് ബോക്സ്. ഡോൾബി ഓഡിയോ എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പെൻഡ്രൈവ് കണക്ട് ചെയ്യേണ്ട ഒരു ചെറിയൊരു ഇത് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ബോക്സിൻ്റെ റേറ്റ് കോലം കാണുമ്പോൾ ഇത് തന്നെയാണ്, നമ്മളെ D2Hൻ്റെ ആൻഡ്രോയിഡ് ബോക്സ് തന്നെയാണ്. സോഫ്റ്റ്വെയർ ചെറിയ മാറ്റേണ്ടതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഏതർനെറ്റ് കേബിൾ, ഡയറക്റ്റ് ഇൻ്റർനെറ്റ് കേബിൾ ഇവിടെ കണക്ട് ചെയ്യാം. AV ഔട്ട് ഉണ്ട്. അതുപോലെ ഒപ്റ്റിക്കൽ, പലരും ചോദിച്ച് വിളിക്കുന്ന സംഭവമാണ് ഒപ്റ്റിക്കൽ ഔട്ട്. ഒപ്റ്റിക്കലിന് ഡയറക്റ്റ് കൊടുക്കുക. ഹോം തിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് പ്രോഗ്രാമുകൾ ഇതിലൂടെ കാണാൻ സാധിക്കും. പിന്നെ ഇത് പവർ അഡാപ്റ്റർ കൊടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബേക്കിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഡോൾബി ഓഡിയോ ആൻഡ് ദി ഡബിൾ D സിമ്പിൾ R എന്ന ട്രേഡ് മാർക്ക്. മറ്റേ ഡോൾബീൻ്റെ ഇത് സൗണ്ട് സിസ്റ്റം എല്ലാം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയെങ്കിൽ അവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കുന്നു. പിന്നെ ഡിഷ് ആൻറ്റിൻ്റെ കേബിൾ ഇതിലൂടെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെയാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ഏത് DTH ഉപയോഗിക്കുന്ന ആളുകൾക്കും ഇതിലേക്ക് മാറാനുള്ള സൗകര്യമുണ്ട്. നിലവിൽ നിങ്ങളത് ഏത് DTH ആയിക്കോട്ടെ, അതിൽ നിന്ന് പെട്ടെന്ന് ഇതിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ വെറും 1899 റുപ്യ. 1899 റുപ്യക്ക് നിങ്ങൾക്ക് ഈ ബോക്സും കിട്ടും. ഇതിൽ നേരത്തെ കാണിച്ച സംഭവങ്ങളൊക്കെ അതും കിട്ടും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മലയാളം HD പ്ലാന്, 5 മലയാളം HD പ്ലാൻ അടങ്ങുന്ന പ്ലാനും കിട്ടും. ഒരു 10-14ഓളം OTT ആപ്ലിക്കേഷനും കിട്ടും. ഹോട്ട്സ്റ്റാറും സോണിയും C5ഉം സൺ നെക്സ്റ്റും മനോരമ മാക്സും ഒക്കെ അടങ്ങുന്ന, ഫാൻ കോഡൊക്കെ അടങ്ങുന്ന ബോക്സിൻ്റെ പാക്കേജും കൂടെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടും. 3 മാസം ഫ്രീ ആണ്. 3 മാസം ഫ്രീ മീൻസ് ബോക്സിൻ്റെ കൂടെ 3 മാസം നിങ്ങൾക്ക് ഇത് കിട്ടും. 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ ഉപയോഗിക്കാം. OTT സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഇവരെ തന്നെ വാച്ച് ഓൺ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട് പ്ലേ സ്റ്റോറിൽ. അതിലൂടെയാണ് ഈ OTT കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ആക്റ്റീവ് ചെയ്യാൻ പറ്റുക. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. വാച്ച് ഓൺ എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ പോകുക, അതിൽ ഓൺ ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത നമ്പർ വെച്ചിട്ട് അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊക്കെ ആക്റ്റീവായിട്ടുള്ള OTT ഒക്കെ ഉണ്ടെന്നൊക്കെ അതിലൂടെ മനസ്സിലാക്കാം. അതിലൂടെയും പ്ലേ ചെയ്യാം. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് ടി വിയിലും പ്ലേ ചെയ്യാം. ഈ ഹോട്ട്സ്റ്റാറൊക്കെ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് ജസ്റ്റ് OTP എടുത്ത് ലോഗിൻ ചെയ്താൽ മതി. ഇതിലെ വാലിഡിറ്റി അതിലേക്ക് കിട്ടിക്കോളും. അതുപോലെ സോണി കാര്യങ്ങളൊക്കെ അതിലൂടെ കിട്ടിക്കോളും. അപ്പോൾ ഇതാണ് ബോക്സ് ഡിഷ് TV. ഇതിൻ്റെ മുമ്പിൽ പവേർഡ് ബൈ വാച്ചോ എന്നുള്ളത് തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ആപ്ലിക്കേഷൻ്റെ പേര്. വാച്ചോ എന്നാൽ കണ്ടോ എന്ന് പറയും പോലെ ഇതാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ ഈ ബോക്സ് ആവശ്യമുള്ള ആളുകൾ കേരളത്തിൽ ഏത് ജില്ലയിലായിക്കോട്ടെ എവിടെയായിക്കോട്ടെ ആവശ്യമുള്ള ആളുകൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പറാണ് ഞാൻ മുകളിൽ കൊടുത്തത്, വാട്സപ്പ് നമ്പർ. അതിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ഞാൻ ബോക്സ് കൊറിയർ അയച്ചു തരും. കൊറിയർ ചാർജ് നിങ്ങൾക്ക് എക്സ്ട്രാ വരും. താല്പര്യമുള്ള ആളുകൾക്ക് ഇനി സംശയം ഉണ്ടാവും, ഇതിനെപ്പറ്റി പല സംശയങ്ങളുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക. പരമാവധി കോൾ ചെയ്യാതിരിക്കുക. കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വർക്കിലുള്ള ആളാണ്, വർക്കിന് പോകുന്ന ആളാണ്. അപ്പോൾ എനിക്ക് എപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ നമ്പർ കൊടുത്തിട്ട് എന്താ എടുക്കാത്തത്. ഏറ്റവും ബെറ്റർ വാട്സപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് എപ്പോൾ എല്ലാ വാട്സപ്പിലും മെസ്സേജ് നോക്കും, എല്ലാത്തിനും റീപ്ലൈ കൊടുക്കും. ചിലപ്പം നിങ്ങൾ രാവിലെ അയച്ചാൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നോക്കും. കാരണം ഞാൻ വർക്കിന് പോകുമ്പോൾ എനിക്ക് വേറെ വഴിയില്ല. ഈ രാത്രി 7 മണിക്ക് ശേഷം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഫുള്ളായിട്ട് റീപ്ലൈയും കാര്യങ്ങൾ കൊടുക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് കൊടുക്കാം. ഇതിൻ്റെ അടുത്ത വരുന്നത് ഇതിൻ്റെ മെനു കാര്യങ്ങളൊക്കെയാണ്. അതും കൂടി നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തോ. ഇതിൽ ഡിഷ് TVയുടെ ഈ സ്മാർട്ട് ഹബ്ബ് സ്ട്രീം ബോക്സും സെയിം സോഫ്റ്റ്വെയർ തന്നെയാണ്. ഇതിൽ പല ആളുകളും എന്നോട് ചോദിക്കുന്നത് ഇതിൽ സൗണ്ട് സിസ്റ്റങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുക, എന്തൊക്കെ സപ്പോർട്ടിംഗ് ഒക്കെ ആണെന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് ഇതിൻ്റെ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് എങ്ങനെയാണ് കാണിക്കുക. അതിൽ നമ്മൾ സെറ്റിങ്സ് പോയാൽ നിങ്ങൾക്ക് ഏറ്റവും അടിയിൽ സെറ്റിങ്സ്, അതിൽ നമുക്ക് ആൻഡ്രോയിഡ് സെറ്റിങ്സ് ഉണ്ട്. ഏറ്റവും അടിയിൽ ആൻഡ്രോയിഡ് സെറ്റിങ്സ് കൊണ്ടുപോയി നമ്മൾ ഓക്കെ അടിക്കാം. ആൻഡ്രോയിഡ് സെറ്റിങ്സ് കൊണ്ടുപോയി ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ ഡിവൈസ് പ്രിഫറൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങളുടെ വീഡിയോയിൽ കാണുന്നുണ്ടാവും. അതിൽ കൊണ്ടുപോയി ഓക്കെ അടിക്കാം. അതിൽ സൗണ്ടാണ് ഭൂരിപക്ഷം ആൾ ചോദിക്കുന്നത്. കാരണം ഇതിൽ നമുക്ക് ഒപ്റ്റിക്കൽ ഔട്ടൊക്കെ ഉണ്ട്. അപ്പം ഹോം തിയേറ്റർ സിസ്റ്റമൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ബോക്സ് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് സൗണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ സൗണ്ട് ഇതിൽ സപ്പോർട്ടിംഗ് ആണ് എന്നുള്ളത് നമുക്ക് കാണിക്കാം. ഞാൻ ഇതിപ്പം ട്യൂണിംഗ് ഒന്നും ചെയ്തിട്ടില്ല, കാരണം എൻ്റെ വീട്ടിലെ ഡിഷ് ആൻഡിനെ ഞാൻ അയച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് സൗണ്ട് സിസ്റ്റം ഒന്നും നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ സിസ്റ്റം സൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ സിസ്റ്റം സൗണ്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ശേഷം നമുക്ക് ഡോൾബി അറ്റ്മോസ് വേണ്ട ആളുകൾക്ക് ഇതിലൂടെ നമുക്ക് ഓൺ ചെയ്ത് വയ്ക്കും. ഓൺ ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ട്യൂണിങ് നമുക്ക് നിലവിലില്ല. അപ്പം പിന്നെ ഡോൾബി ഡിജിറ്റൽ ഉണ്ട്, ഡോൾബി ഡിജിറ്റൽ പ്ലസ് ഉണ്ട്. അങ്ങനെ ഇത്രയും ഓപ്ഷനുകൾ ഇതിലുണ്ട്. ഡോൾബി ട്രൂ HD വരെ നമുക്കിതിൽ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ ഓട്ടോ യൂസ് എന്ന ഓപ്ഷനിലൂടെ നെവർ യൂസ് സറൗണ്ട് ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ മാനുവലായിട്ട് നമുക്ക് ഏത് ഫോർമാറ്റാണോ വേണ്ടത് അതും ഇതുപോലെ പോയിട്ട് നമുക്ക് ചെയ്ത് വെക്കാം. ഇതുപോലെ നോക്കാം. അപ്പം ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ രീതിയിൽ ഓൺ ചെയ്യാം. അപ്പോൾ ഇതിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോൾബീൻ്റെ അറ്റ്മോസിൻ്റെ സൗണ്ട് ഡിജിറ്റൽ പ്ലസ് സൗണ്ട് നിങ്ങൾക്ക് ഇതിലൂടെ ഓഫാം. അത് വേണ്ട, ഇനി ഡോൾബി ഡിജിറ്റൽ മതിയെങ്കിൽ അത് ഇതിലൂടെ ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഇതിൽ നമുക്ക് ഉണ്ട്. സൗണ്ട് സിസ്റ്റങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്കിത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ഇത് ഫുൾ HD എന്നുള്ള ഇതിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഓപ്ഷൻ. ഫുൾ HD ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ നമുക്ക് 4K ബോക്സ് അല്ല, അതാണ് ഇവിടെ പറഞ്ഞു വന്നത്. ഡിസ്പ്ലേയിൽ നമുക്ക് ഫുൾ HD വരെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. റെസൊല്യൂഷൻ നമുക്ക് 1080p60 എന്ന ഇതിൽ മാത്രമാണ് ഏറ്റവും ടോപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇത് 4K ബോക്സ് അല്ല. അപ്പോൾ ഇതും പലരും എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഫോർമാറ്റുകളാണ്, റെസൊല്യൂഷനാണ് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും ഈ ബോക്സിൽ. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ കളർ കാര്യങ്ങൾ, സ്ക്രീൻ പൊസിഷൻ സെറ്റ് ചെയ്യുക, അങ്ങനെ കുറേ ഓപ്ഷൻസുകളുണ്ട്. ഓഡിയോ ഔട്ട്പുട്ട് തന്നെയാണ് നേരത്തെ ഞാൻ കാണിച്ചത്. ഇതിലൂടെ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ എടുക്കാം. പിന്നെ എല്ലാ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യാം ഇതിൽ. അതിനൊന്നും വലിയ പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യാം.
ഇതിൽ പല നെറ്റ്ഫ്ലിക്സ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിനൊക്കെ നമുക്ക് ഇതിലൂടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിതിവിടെ ആഡ് ചെയ്തിട്ടില്ല. ഇത് കമ്പനി ആഡ് ചെയ്ത ആപ്ലിക്കേഷനാണ് ഇതൊക്കെ. ഈ പ്രൈം, C5, സോണി, വാച്ചോ, ഹീറോ, വൂട്ട് ഇതൊക്കെ. പക്ഷെ ഇതിലില്ല എന്ന് വിചാരിച്ച് നമുക്ക് ഇതിൽ കയറ്റിക്കൂടാന്നല്ല, ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് ഇതിലുള്ള ഇതിനെപ്പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ പുതിയ ബോക്സ് വാങ്ങുന്ന ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, സെറ്റിങ്സ് പോയാൽ നമുക്ക് ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ അപ്ഗ്രേഡ് സോഫ്റ്റ്വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈസിൽ പ്രിഫറൻസ് പോവാം. ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ എബൌട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഏറ്റവും മുകളിൽ, എബൌട്ട്. അതിലാണ് സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ്. ഞാനിപ്പോൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സിസ്റ്റം അപ്ഡേറ്റിൽ. ഇപ്പോൾ എൻ്റെത് വേർഷൻ വരുന്നത് 9 പക്ഷേ ഈ 9 വേർഷൻ ആയതുകൊണ്ട് എൻ്റെ ലാസ്റ്റ് വന്നത് ഫെബ്രുവരി 5-നാണ്. കാരണം ഇങ്ങനെയുള്ള ആൻഡ്രോയിഡ് ബോക്സുകൾ ഒരു സമയത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പുതുതായിട്ടുള്ള അപ്ഡേഷൻ കിട്ടില്ല. അപ്പോൾ ഇത് 9 വേർഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആളുകൾക്ക് ഇത് റീചാർജ് ചെയ്യാതെ, നമ്മൾ DTHൻ്റെ ചാനലുകളൊക്കെ റീചാർജ് ചെയ്യാതെയും യൂട്യൂബ് പരിപാടികൾ കാണാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു ബോക്സ് കൂടിയാണിത്. അതുകൊണ്ടാണ് ഈ 9 തന്നെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കൊടുക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോ.